ശരി നടന്നു ശരി പോകുന്നത്. ശരി ഞാൻ ഷാറി ബാബു ഇപ്പോൾ ഈ എന്താണ് എല്ലാ പള്ളികളുടെയും കീഴിൽ പോയി ശിവലിംഗം തിരയേണ്ടതില്ല എന്ന് മോഹൻ ഭഗവത് പറഞ്ഞത് ഭാഗ്യമായി. ഇല്ലെന്നുണ്ടെങ്കിൽ അർത്തുങ്കൽ പള്ളി ഒരു ഹിന്ദു ക്ഷേത്രമാണെന്നും ക്രിസ്ത്യാനികൾ അത് പള്ളിയാക്കി മാറ്റിയതാണെന്നും അത് ഹിന്ദുക്കൾ അത് വീണ്ടെടുക്കണം എന്നും പറഞ്ഞ് ടി ജി മോഹൻദാസും കൂട്ടരും അർത്തുങ്കൽ പള്ളി വിളിക്കാൻ ഇറങ്ങിയേനെ. വലിയ പ്രശ്നമായേനെ ശ്രീ ആർ വി ബാബു. അത് ഞാൻ അതിലേക്ക് വരാം. ഇവിടെ വളരെ ദീർഘനേരം ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ നടത്തിയുള്ള പ്രമോദ്, അതിനകത്ത് വസ്തുതകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. രാഷ്ട്രീയ പ്രസംഗം, നമ്മുടെ ഈ തെരുവിൽ ഒരു പ്രസംഗം നടത്തുന്ന ഒരു ഡിവൈഎഫ്ഐക്കാരൻ പ്രസംഗിക്കുന്ന പോലെ ഒരു പ്രസംഗമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം അതിനകത്ത് ഡോക്യുമെന്റ്സ് ഇല്ല, ഒരു ഡോക്യുമെന്ററി സപ്ലിമെന്ററി എവിഡൻസ് ഇല്ല. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ RSS ഭീകര പ്രസ്ഥാനമാണ്, മോഹൻ ഭാഗവത് അതിൻ്റെ നേതാവാണ് എന്നൊക്കെ ആർക്കും ഒരു ഡിവൈഎഫ്ഐക്കാരൻ അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫണ്ടുകാരൻ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്കറിയാം 100 വർഷമാവാൻ പോവുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ ഭാരതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ ലെജിറ്റിമേറ്റായിട്ട് കഴിഞ്ഞ 100 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. RSSനെ 3 തവണ നിരോധിച്ചു. ആ 3 തവണയും നിരോധനം തെറ്റാണ് എന്ന് പറഞ്ഞത് കേരള അന്ന് RSSന്റെ ഭരണം നിലവിലില്ലാതെ അല്ലെങ്കിൽ BJPയുടെയോ ജനസംഘത്തിൻ്റെയോ ഭരണം നിലവിലില്ലാത്ത കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ്, പരമോന്നത നീതിന്യായപീഠമാണ്. അപ്പോൾ എന്നാലും ഞങ്ങൾ അംഗീകരിക്കില്ല ഇത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഈ പ്രചരണത്തെ നമുക്ക് തടുക്കാനാവില്ല. പ്രചരിപ്പിക്കും. കാരണം ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർ പലരും ചൈനയുടെ പണം കൈപ്പറ്റി, അമേരിക്കയുടെ പണം കൈപ്പറ്റി, കാനഡയുടെ പണം കൈപ്പറ്റി, ബ്രിട്ടന്റെ പണം കൈപ്പറ്റിയിട്ടാണ് ഭാരതത്തിനെതിരെ ഇത്തരം പ്രചരണങ്ങൾ മുഴുവൻ നടത്തുന്നത്. അവർ പറയും ബാലാക്കോട്ട് ആക്രമണത്തിന് തെളിവുണ്ടോ ചോദിച്ചതാണ്. ഇവർ ബാലാക്കോട്ട് ആക്രമണത്തിന് ഭാരതം അവിടെ പോയി ആക്രമിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചതാണ്. ഭാരതം ആണവ പരീക്ഷണം നടത്തിയത് ഈ എക്കോസിസ്റ്റത്തിൽപ്പെട്ട ഇതേ ആളുകൾ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഭാരതത്തിന് യുദ്ധക്കൊതിയാണെന്ന് പറഞ്ഞ് ഭാരതത്തിന്റെ ആണവ പരീക്ഷണത്തെയും അതിന്റെ വിജയത്തെയും അപഹസിച്ചവരാണിവർ. കാരണം ഇവരുടെ നിലപാട് എപ്പോഴും അങ്ങനെയാണ്, ഭാരത വിരുദ്ധമാണ്. ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ ചൈനയുടെ പക്ഷം ചേർന്ന് നിന്നവരാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും എങ്ങനെയാണ് ഇവർ ഗാന്ധിയെ കുറിച്ച് പറയും. ഇതേ ഇക്കൂട്ടർ തന്നെയാണ് ഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ ഇതേ ആളുകൾ തന്നെയാണ് ഗാന്ധിയെ വാർത്തയിലെ കള്ളദൈവം എന്ന് വിളിച്ചത്, ഗാന്ധി അതിബുദ്ധിമാനായ ബൂർഷ ഗജപോക്കരി എന്ന് വിളിച്ചത്, കൗണ്ടറൽ എന്ന് വിളിച്ചത്, ഗാന്ധിജിയെ അതിരൂക്ഷമായി വിമർശിച്ചത്. അതേ ഗാന്ധിയാണ് ഇക്കൂട്ടരോട് നിങ്ങളുടെ രാജ്യസ്നേഹത്തിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചത്. ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ഹാഷ്മി ഇതേ കൂട്ടരോട് മഹാത്മാഗാന്ധി എഴുതി ചോദിച്ചു, നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുന്നു എന്ന പരാതിയുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുക്കുന്നു എന്നുള്ള പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒരു നേതാവിന് കത്തെഴുതി. അപ്പൊ ഇതൊക്കെ ചെയ്ത ആ ഒരു പാരമ്പര്യമുള്ള ആളുകൾ ഇന്ന് RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാരമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഹാഷ്മി ചോദിച്ചു, ഈ സുപ്രീം കോടതി 91 ആ വർഷിപ്പ് ആക്ട് നിലനിൽക്കുമ്പോൾ ഇതെങ്ങനെ പറയാൻ തോന്നുമെന്ന്. സർ, 91 ആ ആക്ട് അനുസരിച്ചിട്ട് തന്നെയാണ് ഇപ്പോ അവിടെ ഈ ആരാധനയ്ക്കുള്ള അനുവാദം കൊടുത്തത്. വളരെ കൃത്യമായിട്ട് അതിന്റെ സെക്ഷൻ 4(3) എന്താ പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 4(3) വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ക്യാരക്ടർ ചേഞ്ചിങ് എന്ന് പറയുന്നത് അത് 1947 ഓഗസ്റ്റ് 15 മുൻപുള്ള ക്യാരക്ടർ ചേഞ്ചിങ് എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ഏൻഷ്യൻ മോണുമെന്റ് ആക്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, അതിനെ ആശ്രയിച്ചിട്ടാണ്. ഏൻഷ്യൻ മോണുമെന്റ് ആക്ട് എന്താണ്? ഏൻഷ്യൻ മോണുമെന്റ് ആക്ട് ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് 100 വർഷം പഴക്കമുള്ള സ്ഥാപനങ്ങളെ, കെട്ടിടങ്ങളെ അല്ലെങ്കിൽ ആ ആരാധനാലയങ്ങളെ, റിലീജിയസ് ക്യാരക്ടേഴ്സിനെ ഇത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആക്ട് എടുത്ത് നോക്കണം. അപ്പൊ അതനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി അതിൽ അനുവദിച്ചിരിക്കുന്നത്, അല്ലാതെ ഈ ആക്ട് മുഴുവൻ കാറ്റിൽ പറത്തിയിട്ടല്ല. അപ്പൊ ഇതൊന്നും കാണില്ല. കാരണം നിങ്ങൾ ഇവിടെ RSSോ സംഘപരിവാറോ ഒന്നുമല്ല ഈ ഇവിടെ അബ്ദുള്ളയൊക്കെ പറയുന്നത്. ആരാണ് തീവ്രമായ വർഗീയ വികാരം ഇളക്കുന്നത്? ഇല്ലാത്ത ആരോപണം. ഇപ്പൊ ഞാൻ പറയാം, CAA നിയമം ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിമിനെ ബാധിക്കുന്നതല്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാമായിരുന്നു. പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളെ ബാധിക്കുന്നതാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ നാടുകടത്തതാണ് എന്ന് പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ ഇളക്കി മറിച്ചത് ആരായിരുന്നു? അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രത്തിനുള്ളിൽ വികാരം കത്തി കാളിച്ച് അവരെ മുഴുവൻ തെരുവിലിറക്കിയത് ആരായിരുന്നു? അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രമായിരുന്നു അറിയോ ബാബു? എന്തോ അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രമായിരുന്നോ? അല്ല, ഞാൻ അതിലേക്ക് വരാം സാർ. സാറിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അല്ല, അങ്ങയുടെ നേതാവ് പറഞ്ഞാണ്. അല്ല, ചരിത്രകാരന്മാരെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 3000 ക്ഷേത്രങ്ങൾ തകർത്ത് പല സന്ദർഭങ്ങളിൽ. സാർ, അങ്ങയുടെ നേതാവ് പറഞ്ഞാണ്. ഹലോ,
അങ്ങയുടെ സൈദ്ധാന്തിക നേതാവ് പറഞ്ഞതാണ്. അർത്തുങ്കൽ പള്ളി ഹാഷ്മി ഞാൻ പറയുന്നത് കേട്ടില്ല. കേൾക്കാം. അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രമായിരുന്നു, ഹിന്ദുക്കൾ തിരിച്ചു പിടിക്കണം. അത് വെളുത്തച്ഛൻ അല്ല, എന്നൊക്കെ നമ്പർ അടിക്കുന്നവർ അതിനെക്കുറിച്ച് അർത്തുങ്കൽ പള്ളിയുടെ ഉൾവശം ഒന്ന് കാണിക്കാൻ പോലും കഴിവില്ലാത്തവരാണ്. വാസ്തവത്തിൽ അർത്തുങ്കൽ പള്ളിയിൽ ASI ഉദ്ഘാടനം നടത്തിയാൽ തകർന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾ കാണാൻ കഴിയും എന്ന് പറയുകയാണ്. ആ അല്ല സാർ, അത് അർത്തുങ്കൽ പള്ളിയുടെ അവരിറക്കിയിട്ടുള്ള ഒരു സോവനർ ഉണ്ട്. ഒരു 50 വർഷം മുമ്പ് ഇറക്കിയ സോവനർ. ആ സോവനർ എടുത്ത് വായിക്കും സാർ. അപ്പൊ അർത്തുങ്കൽ സോവനർ എടുത്ത് വായിക്കും. അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രം പൊളിച്ചുണ്ടാക്കിയാണ് എന്നാണ് പറയുന്നത്. അവര് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അപ്പൊ അതുണ്ടാവുന്നേ. ഇപ്പൊ നോക്കൂ, പാലിയൂർ പള്ളിയെ കുറിച്ച്, ഗുരുവായൂർ പാലിയൂർ പള്ളി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് പാലിയൂർ ഗുരുവായൂർ പള്ളി അത് ശിവക്ഷേത്രമായിരുന്നു എന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എക്കോസിസ്റ്റത്തിൽപ്പെട്ട ഒരാളുടെ കഥ പറയാം. സാർ TG പറഞ്ഞത് തിരിച്ചു പിടിക്കണോ? നമ്മുടെ സാർ TG പറഞ്ഞതുപോലെ തിരിച്ചു പിടിക്കണോ? അത് രാമകൃഷ്ണൻ ഉണ്ടല്ലോ. അല്ലല്ല, ഞാൻ പറയട്ടെ സാർ, ഇത് അല്ലല്ല ഹാഷ്മി നമ്മളൊരു സീരിയസ് ചർച്ച നടത്തുകയാണ്. താങ്കളുടെ ഇത്തരത്തിലുള്ള അത് അങ്ങേയറ്റം ബാലിശമാണ്. സാർ TG പറഞ്ഞാണ് സാർ ചർച്ചയാണ് നടത്തുന്നത്. സാർ TG മോഹൻദാസ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. രാമകൃഷ്ണന്റെ ഒരു അങ്ങനെങ്കിൽ ആ ബാലിശത പറഞ്ഞ ഞാനല്ല, TG മോഹൻദാസ് ആണ്. സ്റ്റോറി ഉണ്ട്. അല്ലല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെ ഉണ്ടെന്ന്. ആ TG മോഹൻദാസ് പറഞ്ഞത് ശരിയാണെന്നേ. TG മോഹൻദാസ് അതുകൊണ്ട് അത് അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രമാക്കണമെന്നോ തിരിച്ചു പിടിക്കണമെന്നോ TG മോഹൻദാസ് പറഞ്ഞു. അവിടെ മറ്റൊരു വാദം ഉണ്ടായിരുന്നു. ആ മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ല സാർ, പറഞ്ഞു ഈ അർത്തുങ്കൽ ശിവക്ഷേത്രം വീണ്ടെടുക്കുക എന്ന ജോലിയാണ് ഹിന്ദുക്കൾ ഇനി ചെയ്യേണ്ടത്. അർത്തുങ്കൽ ശിവക്ഷേത്രം വീണ്ടെടുക്കുക എന്ന ജോലിയാണ് ഹിന്ദുക്കൾ ചെയ്യുന്നത്. അത് കേസെന്തോയി, അത് കേസെന്തോയിട്ടുണ്ട്. ശരി, ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ വക്കീലുണ്ട്, നമ്മുടെ ഗോഡ്സെ ആരാധന ഈ വക്കീൽ, ആ വക്കീൽ, നമ്മുടെ ഈ ഗോഡ്സെ ആരാധന ഈ വക്കീൽ പറയുകയാണ് വടക്കുന്നാഥന്റെ മണ്ണിലാണ് തൃശ്ശൂർ പുത്തമ്പള്ളി. യോജിക്കുന്നുണ്ടോ RV ബാബു? അതും ഹിന്ദുക്കൾ എടുക്കണോ? അല്ലെ, ഒരുപാട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അല്ല ഞാൻ പറയട്ടെ, എനിക്ക് വളരെ കുറച്ചുകൂടി മര്യാദ കാണിക്കൂ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കൂ, ഞാൻ പറയുന്നത് എന്തിനാ? മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞ കാര്യമാണ്. TG മോഹൻദാസ് പറഞ്ഞ അവിടെ ഇരിക്കട്ടെ. TG മോഹൻദാസ് RSS സൈദ്ധാന്തികനാണ്, പോട്ടെ. അത് അർത്തുങ്കൽ പള്ളിയെ കുറിച്ച്, മലയാറ്റൂർ പള്ളിയെ കുറിച്ച് മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ ഹാഷ്മിക്ക്? ഹാഷ്മി മുമ്പ് വർക്ക് ചെയ്തിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സർവീസ് സ്റ്റോറി എഴുതിയപ്പോഴാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞത്. ഓർമ്മ ഇല്ലെങ്കിൽ അത് എടുത്ത് വായിക്കും. മലയാറ്റൂർ പള്ളി എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പറയൂ. അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തരം കഥകളും ഇത്തരം ചരിത്രങ്ങളും ഒക്കെ ഉണ്ടെന്ന്, അതിനെയൊക്കെ കുഴിമാന്തി എടുക്കാനൊന്നും RSSോ സംഘപരിവാറോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. കാരണം RSSന്റെ സർസംഘചാലക് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയെ കുറിച്ചൊക്കെ പറഞ്ഞു. രാഷ്ട്രീയ രാമൻ ഗാന്ധിയുടെ രാമനല്ല സാർ ഹിന്ദുക്കൾ ആരാധിക്കുന്ന രാമൻ. ഗാന്ധിയുടെ രാമൻ വാൽമീകിയുടെ രാമനിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ആണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. വാൽമീകിയുടെ രാമൻ തന്നെയാണ് ഗാന്ധിയുടെ രാമൻ. സീതാപതിയായ അയോധ്യാപതിയായിട്ടുള്ള ദശരഥനന്ദനായിട്ടുള്ള കൗസല്യനന്ദനായിട്ടുള്ള വാൽമീകിയുടെ രാമൻ തന്നെയാണ് ഗാന്ധിയുടെ രാമൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ രാമൻ തന്നെയാണ് കോടാനുകോടി ഭാരതീയരുടെയും രാമൻ. വാൽമീകിയുടെ രാമനല്ല ഗാന്ധിയുടെ രാമനല്ല അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത്. ഇത്തരം ബാലിശമായ വാദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് നാട്ടുകാരെ പറ്റിക്കാം എന്നല്ലാതെ കുറെ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ എന്നല്ലാതെ ഒരു പ്രയോജനം അതുകൊണ്ടില്ല. കൂടി ഉണ്ടാക്കുന്ന ഈ വർഗീയ വികാരമാണ് നിങ്ങൾ രാജ്യത്തിനുണ്ടാക്കുന്ന വലിയ 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 നാണക്കേട്.